ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്നും ആന്റിജൻ എന്താണ്, ആന്റിബോഡി എന്താണ്, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഡിറ്റർമിൻ ദ ബ്ലഡ് ഗ്രൂപ്പ്? See, what is a donor? എന്താണ് ഡോണർ എന്ന് പറഞ്ഞാൽ? ഒരു ദാതാവ് എന്നാണ് ഡോണറിന്റെ മലയാളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡോണർ എന്ന് പറഞ്ഞാൽ ദാതാവ്. ദ പേഴ്സൺ ഹു ഡൊണേറ്റ് ബ്ലഡ് ഈസ് കോൾഡ് ബ്ലഡ് ഡോണർ. While the recipient is the person who received blood. One who received the donated blood is called a recipient. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് ബ്ലഡിനെ സ്വീകരിക്കുന്ന ആളിനെയാണ് സ്വീകർത്താവ് അല്ലെങ്കിൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടേം എന്ന് പറയുന്നത് കോമ്പാറ്റിബിൾ അല്ലെങ്കിൽ മാച്ചിങ് ബ്ലഡ് എന്ന് പറയും. ടു ഡിഫറെന്റ് types of blood are not interact when they mixed together. രണ്ടെണ്ണം ബ്ലഡ് നമ്മൾ മിക്സ് ചെയ്താൽ അത് തമ്മിൽ ഒരു ക്ലോട്ടിംഗ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അതങ്ങനെ അതിന്റെ രണ്ടും ഇരിക്കുന്നത് ലിക്വിഡ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. അതിനെ മിക്സ് ചെയ്താലും അതിന്റെ നേച്ചർ മാറിയതായിട്ട് നമുക്ക് തോന്നത്തതേ ഇല്ലാത്ത ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അത് മൊത്തവും കൂടെ കട്ട പിടിച്ച പോലെ അല്ലെങ്കിൽ തൈര് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് പോകും. വെള്ളവും ഈ കട്ടയായിട്ടുള്ള സാധനങ്ങളുമായിട്ട് അത് കൂടി വരാറുണ്ട്. ഇങ്ങനെ വരാത്ത അവസ്ഥയാണ് രണ്ട് ബ്ലഡുകൾ തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഉണ്ടാകാതെ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് കോമ്പാറ്റിബിൾ ബ്ലഡ് എന്ന് പറയും, അല്ലെങ്കിൽ മാച്ചിങ് ബ്ലഡ് എന്ന് പറയും. ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് that are not interact when they mixed together. അതിനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ they will not show any type of mismatch. ഫിനോടിപ്പിക്കലി നമുക്ക് അതിന് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് ഇതാണ് വളരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇനി ഇൻകോമ്പാറ്റിബിൾ അല്ലെങ്കിൽ മിസ്മാച്ചിങ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? That is the opposite to the compatible or matching blood. If we mix up two blood, the result endana? That will agglutinate, and the result of that agglutination would be the death of the recipient. That will leads to the death of the recipient. Blood സ്വീകരിച്ച ആളിന്റെ മരണമായിരിക്കും ഇൻകോമ്പാറ്റിബിൾ അല്ലെങ്കിൽ മിസ്മാച്ച് ബ്ലഡ് ആണെങ്കിൽ സംഭവിക്കുന്നത്. സോ ദ ടു ബ്ലഡ് ഗ്രൂപ്പ് ഓർ ദ ടു ബ്ലഡ് that become mutually interact and produce clotting or agglutination, and the result will be, or the death is the result of this type of agglutination. അതാണ് ഇൻകോമ്പാറ്റിബിൾ അല്ലെങ്കിൽ മിസ്മാച്ചിങ് ബ്ലഡ് എന്ന് പറയുന്നത്. See, what is agglutination? This agglutination, that is because of the antigen antibody interaction. ആന്റിജനും ആന്റിബോഡിയും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത്. And the result is the clotting of blood. ബ്ലഡ് ക്ലോട്ട് ആയി പോകും. പാലൊക്കെ പിരിഞ്ഞു പോകുന്നത് കണ്ടിട്ടില്ലേ? കേടായ പാലാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള കെയ്സിൻ സെപ്പറേറ്റ് ആകും, അതിന്റെ വെള്ളം സെപ്പറേറ്റ് ആകും. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ബ്ലഡ് മിസ്മാച്ച് ആണെങ്കിൽ, ഇൻകോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബ്ലഡ് ആണെങ്കിൽ രണ്ടെണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ക്ലോട്ട്. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് അഗ്ലൂട്ടിനേഷൻ. And the agglutination, that is because of the antigen antibody interaction. The antibody of the recipient interact with the antigen of the donor. That is called agglutination. And the antigen is otherwise known as agglutinogen, and the antibody is called agglutinin.
ഇത് ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു അസൈൻമെന്റ് തന്നിരുന്നു. 2 തരം പാരന്റ്സ് വന്നു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ വ്യത്യാസമുണ്ട് എങ്കിൽ അത് ഏത് തരത്തിലുള്ള വ്യത്യാസമാണെന്ന് ഞാൻ അസൈൻമെന്റിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിങ്ങൾ അസൈൻമെന്റ് അയച്ചവർ ഉണ്ട്. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ഓഫ് സ്പ്രിങ്സും കുഞ്ഞുങ്ങളും ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതിനാണ് ഞാൻ ഇവിടെ ഒരു ബോക്സിൽ കാണിച്ചേക്കുന്നത്. Here the parents are A blood group and B blood group parents. A means heterozygous A and the B means heterozygous B. That means A, IA, IO and the other one is IB, IO. So the gametes produced by these parents, IA and IO, the first parent can produce 2 types of gamete and the second parent also can produce 2 types of gametes. They are IB and IO. And during fertilization, the gamete having this A fused with the B, IB, the offspring surely ആരായിരിക്കും? IA, IB means the blood group of the genotype of the blood group is AB and the blood group, the resulting the phenotype, that is also AB blood group. At the same time, the IA gamete of one parent is fused with the IO gamete of the other parent and the result is blood group IAIO. The genotype is A and O and the result is A. We know the reason. The O is always recessive or the A is always dominant over to the O group. That's why the phenotype is A. In the second condition, the second gamete of the first parent, that is IO, that is fused with the first gamete of the second parent IB and the result is IO, IB and the genotype is BO and the phenotype of the blood is B blood group. So the blood group of this offspring, that would be B. And this IO of the first parent is fused with the IO of the second parent and the F1 offspring having this genotype IO, IO, OO and the result would be O group. So here we can see if the parents are heterozygous A and B, we can expect all the types of blood groups in their offsprings. So AB, A, B, O, these are the common type of blood group in man. And see, these blood groups are different. So we can't analyze certain types of analysis. And the earlier the blood groups, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും ചിലപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയതിന് ശേഷം ഇതിനകത്ത് കേൾപ്രറ്റുകളെ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് പാരന്റേജ് ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. Now it is not used because of this type of phenotype and genotype. ഇങ്ങനെ ഏത് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് now the reliable source of the identification of the parents of the culprits or in the case of the disputed parentage അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എന്താണ്? DNA ഫിംഗർ പ്രിന്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ട് അച്ഛനും അമ്മയും മക്കളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി DNA ഫിംഗർ പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ്, ഇനി
ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ്. അപ്പൊ ഏത് കുട്ടികള് എങ്ങനെയാണ് ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എ ബി ഒ എന്നേ പറയുന്നുള്ളൂ. പ്ലസ് ആണോ മൈനസ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞില്ല. So again we can divide all these 4 types of blood into 4 other kinds. AB plus ഉണ്ട് മൈനസും ഉണ്ട്. A പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, B പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, O പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. So we will get 8 different kinds of blood group. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ പറയുമ്പോൾ പലതരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്. കോമൺ ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ആദ്യം അങ്ങ് പറഞ്ഞ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇങ്ങനെയുള്ള ഒരു എല്ലാ തരത്തിലുള്ള ബ്ലഡുകളുമുള്ള ആളുകൾ നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഏത് തരത്തിലുള്ള ബ്ലഡ് ആണോ ഒരാളിന് ആവശ്യമായിട്ട് വരുന്നത്, അയാൾക്ക് ഇപ്പൊ ബ്ലഡ് ഉള്ള ഒരാളിന് ബ്ലഡ് ആവശ്യമായിട്ട് വന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്ലഡ് AB ഉപയോഗിക്കാമോ, B ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ O പറ്റുമോ, അതോ ഏതന്ന വേണോ? ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഇല്ലാതാക്കിയ ഒരു കാര്യമാണ് എന്താണ് ചെയ്യുന്നത്? ഈ ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡീറ്റെയിൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഡോണർ എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പാറ്റിബിൾ ആൻഡ് ഇൻകോമ്പാറ്റിബിൾ ബ്ലഡ് എന്താണ്, വാട്ട് ഈസ് അഗ്ലൂട്ടിനേഷൻ, ഇതൊക്കെ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ ടേംസ് ആണ്. സോ വി ആർ ഓൾവേസ് ടേക്ക് കെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഇനി എന്താണ് ഒരു ആന്റിജൻ? We know the AB blood group is AB means it has both the type of antigen. If it is A, the blood possesses a type of antigen, and these antigens are located on the plasma membrane of the RBC, that we know, and the antibody that are present in the plasma, blood plasma. See the blood RBC, here we can see the structures over the RBC, and this is another one structure that is also on the surface of the RBC. So here two types of, this is one kind of structure present on the RBC and this is another one kind, and here both the types are alternate on the surface of this RBC, and here nothing is present on the surface. ഇവിടെ കുറച്ച് വരകൾ മാത്രം നീണ്ടു നിൽക്കുന്നുണ്ട്. ഇതുപോലെയുള്ള സ്ട്രക്ചേഴ്സിനൊന്നും ഇതിന്റെ മുകളിൽ കാണുന്നില്ല. അപ്പൊ അവിടെ ഇല്ല, ആബ്സെന്റ് ആണ്, ആന്റിജൻ ആബ്സെന്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ 0 അല്ലെങ്കിൽ O ഗ്രൂപ്പ് ആണെന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലോ രണ്ടെണ്ണവും ഉണ്ട്. ഇത് ഒറ്റ ഒരു തരത്തിലുള്ളത് മാത്രമാണ് ഇതിന്റെ സർഫസിൽ കാണുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് A ബ്ലഡ് ഗ്രൂപ്പ്, ആൻഡ് ഹിയർ അനദർ വൺ സ്ട്രക്ചർ ഈസ് ഓൾ ഓവർ ദ RBC, and this is called B, and both the types of antigens are present on the surface of the RBC, and it is called AB because of the presence of both the types of antigens on the surface. It is absent here and it is called a O blood group. See the A antigen, the antibody present in this type of blood group is antibody B. ആന്റിബോഡി ബി. എ ആണ് ആന്റിജൻ എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആന്റിബോഡി ബി ആണ്, അതിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതേസമയം ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിബോഡി ഏതാ വരുന്നത്? എ ആണ്. ഇവിടെയാണെങ്കിലോ എ ബിയിലാണെങ്കിലോ എ ആന്റിബോഡി ഇട്ടാലും കൊള്ളാം, ബി ആന്റിബോഡി ഇട്ടാലും കൊള്ളാം. ഇവിടെ എന്ത് സംഭവിക്കും? ക്ലോട്ടിങ് നടന്നു പോകും. അതുകൊണ്ട് തന്നെ നേച്ചർ തന്നെ ഈ രണ്ട് തരത്തിലുള്ള ആന്റിബോഡീസിനെയും എവിടെ വെച്ചിട്ടില്ല? ദേ ഇവിടെ ഇല്ല. നൺ ഓഫ് ദ ആന്റിബോഡീസ് ആർ പ്രസന്റ് ഇൻ ദി ബ്ലഡ് പ്ലാസ്മ. ഇതിനകത്തൊന്നും തന്നെ ഇല്ല. അതേസമയം O ബ്ലഡ് ഗ്രൂപ്പിന് ഈ ആന്റിജൻ രണ്ടും ഇതിന്റെ സർഫസിലില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രണ്ട് ആന്റിബോഡി വന്നാലും പ്രശ്നവുമില്ല. അപ്പൊ ഇവിടെ ആന്റിജൻ രണ്ടുമില്ല, പക്ഷെ രണ്ട് ആന്റിബോഡിയും ഇവിടെ ഉണ്ട്. ഇതിനൊരു ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്തതിനകത്തേക്ക് പോകുമ്പോൾ നോക്കാം. ഇതിനകത്ത് കാണിച്ചേക്കുന്ന ആന്റിജൻ ഏതൊക്കെയാണ്? അതുകൊണ്ട് ഇവിടെ സർഫസിൽ കാണിച്ചേക്കുന്ന ആന്റിജനുകളെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി ഏതാണ് ഈ ഒരു A ബ്ലഡ് ഗ്രൂപ്പുകാരന് ബ്ലഡ് ആവശ്യമായിട്ട് വന്നാൽ ഏതൊക്കെ ബ്ലഡ് ഉപയോഗിക്കാം? നമുക്ക് ഈ പടം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഈ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ആന്റിജൻ A ആണ്, ആന്റിബോഡി B ആണ്. അപ്പൊ ഇതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ ഒരു സംശയമില്ല, അത് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. അതേസമയം ഈ O എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എന്തില്ല? ആന്റിജൻ ഒന്നും തന്നെ ഇല്ല, പക്ഷെ ആന്റിബോഡി ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, ഈ റെസിപ്പിയന്റിന്റെ ആന്റിബോഡി ആണ്
ഡോണറിന്റെ ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഡോണറിന്റെ ആന്റിബോഡി ഒരു പ്രശ്നമല്ല, ഡോണറിന്റെ ആന്റിജൻ ആണ് വിഷയം. അതുകൊണ്ടാണ് എക്കകത്ത് ഓയും കൂടെ ഉപയോഗിക്കാമെന്ന് പറയുന്നത്, അല്ലെ ഓ ബ്ലഡ് ഗ്രൂപ്പിനെയും കൂടെ റിസീവ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ എന്ത് സംഭവിക്കത്തില്ല, അഗ്ലൂട്ടിനേഷൻ സംഭവിക്കത്തില്ല, ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ദിസ് ആന്റിജൻ. അങ്ങനെ പറഞ്ഞാൽ ബിയിലും ഇതേ കണ്ടീഷൻ ആണ്, ബി എയും ഉപയോഗിക്കാം ഓയെയും എടുക്കാം. എന്ന് പറഞ്ഞാൽ ഓ ഈസ് എന്താണ്, കോമ്പാറ്റിബിൾ ബ്ലഡ് ആണ്. ആർക്കാണ്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പിനും ഉപയോഗിക്കാവുന്ന ബ്ലഡ് ആണ്, മാച്ചിങ് ബ്ലഡ് ആണ് ഓ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എ ബി, it possesses both the type of antigen but none of the antibodies. So what will happen? The blood group, all the blood types are received by this AB blood group. AB blood group കാർക്ക് രണ്ടിനെയും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഈ AB എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പിനകത്തും കാണുന്നത്. അല്ലെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പിനകത്ത് എക്കും പറ്റും, ബിക്കും പറ്റും, എ ബി പറ്റും, ഒ പറ്റും. എയും ബിയും ഇവിടെ ആന്റിബോഡീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഏതിനെ വേണമെങ്കിലും റിസീവ് ചെയ്യാം. ഓ ആണെങ്കിലോ രണ്ട് തരത്തിൽ ആന്റിബോഡി ഉണ്ട്. അപ്പൊ റെസിപ്പിയന്റിന്റെ ആന്റിബോഡി ആണ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ആന്റിജനുമായിട്ട്, ഡോണറിന്റെ ആന്റിജനുമായിട്ട്. അപ്പൊ രണ്ട് ആന്റിബോഡി ഇവിടെ നിപ്പുണ്ട്. അതുകൊണ്ട് എ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബി എ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പും പറ്റില്ല. പിന്നെ എ ബി പറയേ വേണ്ട, രണ്ട് തരത്തിലുള്ള ആന്റിജനും അതിനകത്തുണ്ട്. സോ ദ ഓ ബ്ലഡ് ഗ്രൂപ്പ്, they will only accept the O blood group. മനസ്സിലായോ? അതാണ് ഇതിനകത്ത് ഈ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഇതിനകത്ത് ബ്ലഡിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നതെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടും കൂടെ വരുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ബ്ലഡ് എടുത്ത് ഒരു സ്ലൈഡിനകത്ത് വെച്ചിട്ട് 2 ഡ്രോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഈ പറഞ്ഞേക്കുന്ന സീറം ഒഴിച്ചു കൊടുക്കും, ആന്റി സീറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്റി ഇതിനെ കൊയാഗുലേറ്റ് ചെയ്യത്തക്ക രീതി, അല്ലെങ്കിൽ ഇതിന് എന്ത് റിയാക്ഷൻ ആണ് ഉണ്ടാകാൻ പോകുന്നത്, ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ടൈപ്പ് എ ബി, അഗ്ലൂട്ടിനോജൻ എയും ബിയും ഉണ്ട് ഇല്ലേ? ഇത് ടൈപ്പ് ബി ആണ് കാണിച്ചേക്കുന്നത്. ഈ കാണിച്ചേക്കുന്ന ടൈപ്പ് ബി ആണ്. ഇതിനകത്ത് എന്താ ഉള്ളത്? അഗ്ലൂട്ടിനോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജൻ ഇല്ലേ? അത് ഏതാ ഉള്ളത്? ബി ആന്റിജൻ ഉണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് എന്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്? ഒരു ബി എന്ന് പറയുന്ന ആന്റിജൻ ഒഴിച്ചു, അല്ലെങ്കിൽ സീറം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? എ ടൈപ്പ് ആണെങ്കിൽ അഗ്ലൂട്ടിനോജൻ എ ഉണ്ട്. അപ്പോ ഇതിനകത്തേക്ക് ആന്റി സീറം ഒഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇവിടെ അതുപോലെ തന്നെ ടൈപ്പ് ഒ, ആ ബ്ലഡിനകത്ത് ആന്റി സീറം ഒഴിച്ചു കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആന്റിബോഡി ആന്റിജൻ ഇന്ററാക്ഷൻ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒഴിച്ചു കൊടുക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഒഴിച്ചു കൊടുക്കുന്നത് ആന്റിജൻ ആണ്, അല്ലെങ്കിൽ ആന്റിജനെയാണ് അതിനകത്തേക്ക് ഒഴിച്ചു വെക്കുന്നത്. അപ്പൊ ഒരു ആന്റി സീറം അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഓ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് 2 തരത്തിലുള്ള ആന്റിജനും ആബ്സെന്റ് ആണ്. അപ്പൊ അവിടേക്ക് വരുമ്പം, അല്ലെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ഇവിടുന്ന് പോയേക്കുന്ന ആന്റിബോഡി റിയാക്ട് ചെയ്യുന്നില്ല ഇല്ലേ? ആന്റിജൻ അങ്ങോട്ട് ഒന്നിട്ടതിന് ഇവിടെ റിയാക്ഷൻസ് ഒന്നും വരുന്നില്ല. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ ആണ് വരുന്നത്. അപ്പൊ അവിടെ ക്ലോട്ടിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇവിടെ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതിനകത്ത് ക്ലോട്ടിങ് ഉണ്ടാവും. ഇതാണ് ക്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ എ എടുത്തൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എ എടുത്ത് ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആന്റി സീറം എന്ന് പറയുന്നത് ആന്റിജൻ എ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആന്റിബോഡിയാണ് ഈ ബ്ലഡിനകത്തുള്ളത്, അത് ബി ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് എ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്തുള്ള ആന്റിജനും മറ്റേ അതിനകത്തുള്ള ആന്റിബോഡിയും, നമ്മൾ ഒഴിച്ചു കൊടുത്തതിനകത്തുള്ള ആന്റിബോഡിയും ഇതിനകത്തുള്ള ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള 2 ലെറ്റേഴ്സാണ് നമ്മൾ പറയുന്നത്. അപ്പൊ സെയിം രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അതെന്ത് ഉണ്ടാക്കും? അഗ്ലൂട്ടിനേഷൻ ഉണ്ടാക്കും. അപ്പൊ എ ഒഴിച്ചു കൊടുത്താൽ ഇത് അഗ്ലൂട്ടിനേറ്റ് ചെയ്യുവാണെങ്കിൽ, ക്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഈസ് എ.
ഇത് ബി ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് അനമിണ്ടാതിരിക്കും, അതാണെങ്കിൽ അത് ക്ലോട്ട് ചെയ്തിട്ടില്ല അല്ലെ. ഇവിടെയാണെങ്കിൽ എന്താണ് ബി ടൈപ്പ് ആണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു ബി എ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ബി ആണെങ്കിൽ ഇത് ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് ക്ലോട്ട് ചെയ്യും. അപ്പൊ ബി ഒഴിച്ചു കൊടുത്താൽ ബി ക്ലോട്ട് ചെയ്യും, എ ഒഴിച്ചു കൊടുത്താൽ എ ക്ലോട്ട് ചെയ്യും. ആ ക്ലോട്ടിങ് കാണുന്ന ഏതാണോ അതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓയിലാണെങ്കിലോ ഈ പറയുന്ന ആന്റിജൻ ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ക്ലോട്ടിങ് അത് കാണിക്കത്തതേയില്ല. ഇവിടെയാണെങ്കിലോ എയും ബിയും അതാണ് ഇവിടെ കാണുന്നത്. എന്താണ്? രണ്ട് തരത്തിലുള്ള ആന്റിജനും ഉണ്ട്. അപ്പൊ സീറം ഒഴിച്ചു കൊടുക്കുമ്പോൾ രണ്ടും ഇന്ററാക്ട് ചെയ്യും, രണ്ടിനകത്തും ക്ലോട്ടിങ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ബ്ലഡ് എടുത്ത് വെച്ച് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആന്റി സീറം ഒഴിച്ചു കഴിയുമ്പോൾ അത് ഏത് ആന്റി സീറം ആണ്? എ ഉണ്ട്, ബി ഉണ്ട്, പിന്നെ ഡിയും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ആർഎച്ചിന്റെ കാര്യമാണ്. അപ്പൊ എയും ബിയും ബ്ലഡ് ഗ്രൂപ്പ് നോക്കാം. അപ്പൊ രണ്ട് ഡ്രോപ്പ് എടുത്ത് വെച്ചതിന് ശേഷം ഒന്നിനകത്ത് എയും ഒഴിച്ചു, ഒന്നിനകത്ത് ബിയും ഒഴിച്ചെന്ന് വെച്ചു. ഇതിനകത്ത് എ ഒഴിച്ചു, ഇതിനകത്ത് ബി ഒഴിച്ചു. അപ്പൊ ഇവിടെ ക്ലോട്ട് വന്ന ഏതാണ്? ബിയിലാണ് ക്ലോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. ഇതിനകത്തും എ ഒഴിച്ചു, ബി ഒഴിച്ചു. അപ്പൊ ഇവിടെ എയിൽ ക്ലോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. ഇവിടെ നോക്കൂ, എയിലും ഒഴിച്ചു, ബിയിലും ഒഴിച്ചു, രണ്ടും ക്ലോട്ട് ആയിപ്പോയി. ദാറ്റ് മീൻസ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പറയും? എ ബി ആണെന്ന് നമ്മൾ പറയും. ഇപ്പൊ ഇവിടെ രണ്ടും ചെയ്തില്ല, രണ്ടിടത്തും ക്ലോട്ട് ഇല്ല എങ്കിൽ അവിടെ ഒരു ആന്റിജനും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അവിടെ ഒരു തരത്തിലുള്ള ക്ലോട്ടിങ്ങും കാണത്തില്ല. ദാറ്റ് ഈസ് ദ റിസൾട്ട് ഈസ് O ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായല്ലോ? ഇനി മറ്റേണൽ ഫീറ്റൽ ABO കോമ്പാറ്റിബിലിറ്റി, ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് ഒരു സംഭവമുണ്ട്. അതായത് അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും തമ്മിൽ ഒരു മിസ്മാച്ച് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ്. അപ്പൊ വലിയ തരത്തിലുള്ള മിസ്മാച്ച് നമുക്കറിയാം, പക്ഷെ അതവിടെ നിൽക്കട്ടെ. അതല്ല, ഇത് ചെറിയ തരത്തിലുള്ള ഒരു മിസ്മാച്ച്. കുട്ടിക്ക് ഡെത്ത് ഒന്നും സംഭവിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്, കുഞ്ഞുങ്ങള് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് കണ്ണില് പിന്നെ മഞ്ഞ കളർ, ദേഹം മൊത്തം മഞ്ഞ കളർ, അനീമിക് ആയിരിക്കുന്നു. അവിടെ തന്നെ സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, മാറ്റുന്നു. ഇങ്ങനെയുള്ള സംഭവം എന്തുകൊണ്ടാണ് വരുന്നത്? ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും കൂടെ ബ്ലഡ് തമ്മിലുള്ള ഇൻകോമ്പാറ്റിബിലിറ്റി കൊണ്ട് വരുന്ന ഒരു സംഭവമാണ്. ഇവിടെ നോക്കിക്കേ, ഇൻ സം കേസ് maternal and fetal blood happens to be incompatible with regard to their antigen and antibodies. അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് തമ്മിൽ രണ്ടും രണ്ടാണ് വരുന്നതെങ്കിലാണ് ഈ വിഷയം വരുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ്? കുഞ്ഞിന്റെ കേസിലാണ്, അല്ലെ കുഞ്ഞിനായിരിക്കും ഇതിനെ ഒരു ദോഷം ഉണ്ടാകുന്നത്. ഇൻ സച്ച് കണ്ടീഷൻ ദ മറ്റേണൽ ആന്റിബോഡീസ് ഡിഫ്യൂസ് ടു ഫീറ്റൽ ബ്ലഡ് ആൻഡ് റിയാക്ട് വിത്ത് കറസ്പോണ്ടിങ് ഫീറ്റൽ ആന്റിജൻ. അപ്പൊ അമ്മയുടെ ബോഡിയിൽ നിന്ന് ഈ മറ്റേണൽ ആന്റിബോഡി എവിടെ കയറിപ്പോകും? കുഞ്ഞിന്റെ ബോഡിക്കകത്തേക്ക്, ബ്ലഡിനകത്തേക്ക് കയറുകയും ചെയ്യും. അവിടെ ചെന്നിട്ട് ഫീറ്റൽ ആന്റിജനുമായിട്ട് അത് റിയാക്ട് ചെയ്യും. കാരണം എന്താണ്? അമ്മയുടെ ബോഡിക്ക് ഫോറിൻ ആണ് കുഞ്ഞിന്റെ ബ്ലഡ്. ഫോറിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ട് വന്നേക്കുന്ന ഒരു ഐറ്റം ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ അമ്മയുടെ ബോഡിയിൽ ആന്റിബോഡി പോയിട്ട് കുഞ്ഞിന്റെ ബോഡിക്കകത്ത് കയറിയിട്ട് അതിന്റെ ബ്ലഡിനകത്തുള്ള ആന്റിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഡിസ്ട്രക്ഷൻ ഓഫ് ഫീറ്റൽ RBCക്ക് ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. കുറെ എണ്ണത്തിന് ഇത് നശിപ്പിച്ച് കളയും. ഇതുകൊണ്ട് RBCയുടെ എണ്ണം കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? അനീമിയ എന്ന് പറയുന്ന ഒരു പിന്നെ അസുഖത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡെഫിഷ്യൻസിയിലേക്ക് പോകും. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ജോണ്ടിസ് എന്ന് പറയുന്നതാണ്. ജോണ്ടിസ് എന്ന് വെച്ചാൽ നമുക്കറിയാം മഞ്ഞപ്പിത്തം ഇല്ലേ? അതിപ്പോ RBC ഈ ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാകും? ഈ പറഞ്ഞേക്കുന്ന ബിലിറൂബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് ജോണ്ടിസ് കാണുന്നത്. അപ്പൊ ഒരു ന്യൂ ബോൺ ബേബി അനീമിക്കും ജോണ്ടിസും ഉള്ള ഒരു കുഞ്ഞായിട്ടായിരിക്കും ജനിക്കുന്നത്. എപ്പോഴാണ്? അമ്മയുടെ ബ്ലഡും കുഞ്ഞിന്റെ ബ്ലഡും കൂടെ മിസ്മാച്ച് ആവുന്ന തരത്തിൽ രണ്ട് തരത്തിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കുഞ്ഞ് അനീമിക്കും ജോണ്ടിസ് ഉള്ള ഒരു കുഞ്ഞുമായിട്ടായിരിക്കും ജനിക്കുന്നത്. ഇതിന് എന്താ പറയുന്നത്? ഹീമോലൈറ്റിക് ഡിസോർഡർ ഓഫ് ദ ന്യൂ ബോൺ എന്നാണ് ഇതിനെ പറയുന്നത്. ഹീമോലൈറ്റിക് ഡിസോർഡർ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബ്ലഡ്, മറ്റേണൽ ബ്ലഡ് O ടൈപ്പ് ആണ്. ആന്റിബോഡി ഏതൊക്കെയുണ്ട്? നമുക്കറിയാവുന്ന പോലെ എയും ബിയും രണ്ട് ആന്റിബോഡി ഉണ്ട്. അതേസമയം ഫീറ്റൽ ബ്ലഡ് എന്ന് പറയുന്നത് B ടൈപ്പ് ആണ്. കുഞ്ഞിന്റെ ബ്ലഡിനകത്ത് ആന്റിജൻ ബിയും ഉണ്ട്, ആന്റിബോഡി എയും ഉണ്ട്. ഈ കണ്ടീഷനിൽ മറ്റേണൽ ബോഡി എന്ത് ചെയ്യും? ആന്റിബോഡി, അമ്മയുടെ ബോഡിയിലുള്ള ആന്റിബോഡി കുഞ്ഞിന്റെ ബോഡിയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കയറും. അപ്പോഴോ ദ ആന്റിബോഡി ബി ഓഫ് മദർ റിയാക്ട് വിത്ത് ദ ഫീറ്റൽ ആന്റിജൻ ബി.
കുഞ്ഞിന്റെ ബ്ലഡ് എന്ന് പറയുന്ന ബി ടൈപ്പ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബോഡിയിൽ ആന്റിജൻ ബി ഉണ്ട്. അപ്പൊ അമ്മയുടെ ബോഡി O ആണ് ആയതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആന്റിബോഡി ഉണ്ട്. പക്ഷേ ഇവിടെ ആന്റിബോഡി ബി ആണ് കുഞ്ഞിന്റെ ആന്റിജൻ ബിയെ റെക്കഗ്നൈസ് ചെയ്യുകയും റിയാക്ട് ചെയ്യുന്നതും അവർ തമ്മിലാണ്. അപ്പോൾ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഓപ്പോസിറ്റ് പോൾസ് അട്രാക്ട് ലൈക്ക് പോൾസ് റിപ്പൽസ് എന്ന് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അത് ആ ഒരു പ്രിൻസിപ്പിൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. ബി രണ്ടെണ്ണം വരികയാണ്. ആന്റിജൻ നമ്മൾ ക്യാപിറ്റലിലും എഴുതും, ആന്റിബോഡി സ്മോളിലും എഴുതും. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. അപ്പൊ അമ്മയുടെ ബോഡിയിലെ ആന്റിബോഡി ബി കുഞ്ഞിന്റെ ബോഡിയിലെ ആന്റിജൻ ബിയുമായിട്ട് റിയാക്ട് ചെയ്യും. റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ഫീറ്റൽ RBC ആൻഡ് ദ റിസൾട്ട് ഈസ് ദ ഫീറ്റൽ അനീമിയ ആൻഡ് ജോണ്ടിസ് ആയിരിക്കും കുഞ്ഞിന്റെ അല്ലെങ്കിൽ അവിടെ റിസൾട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് ഹീമോലൈറ്റിക് ഡിസോർഡർ ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ?